ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഷാബു പ്രസാദ്, ഇവിടെ ഈ സുഭാഷ് ഗോപിയുടെ കാര്യത്തിലായാലും അജയകുമാറിന്റെ കാര്യത്തിലായാലും ഒക്കെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുണ്ടല്ലോ, അത് വിരൽ ചൂണ്ടുന്നത് സുരേഷ് ഗോപിയിലേക്കല്ലേ? അതിന്റെ ഉത്തരവാദി സുരേഷ് ഗോപി അല്ലേ? വേണു, ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ വോട്ട് ശതമാനം അവരെ പുതിയ വോട്ടേഴ്സിനെ ചേർക്കുക, അവരുടെ ജയസാധ്യത നിലനിർത്തുക, വർദ്ധിപ്പിക്കുക, വോട്ട് ചേർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇവിടെ ഈ പറയുന്ന ഒന്നിലധികം വോട്ടുകൾ എങ്ങനെ വരുന്നു? ഒന്ന് ഡിലീഷന് വേണ്ടി നമ്മൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ കൂടെ പാലിക്കേണ്ടതുണ്ട്. അല്ലാതെ ഒരിടത്ത് പോയി വോട്ട് എടുക്കുക, വോട്ട് ചെയ്യുക എന്നത് മാത്രമല്ല, മറ്റൊരിടത്തുള്ള വോട്ട് ഇല്ലാതാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു, അല്ലേ? ഇവിടെ ഇപ്പൊ സുഭാഷ് ഗോപി പറയുന്നത് എനിക്ക് കൊല്ലത്തുണ്ട്, തൃശ്ശൂരിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് വേറെ ആരെങ്കിലും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ ഇദ്ദേഹത്തിന് അവിടെയും വോട്ടുണ്ടാകും. അതെ അതെ, ഇത് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യമാണെന്നേ. ഇത് നടക്കും. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇലക്ഷൻ കമ്മീഷന് ഒരു സത്യവാങ്മൂലം കൊടുക്കാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഈ പാർലമെന്റ് ഇലക്ഷനിൽ ആകെ ചെലവഴിച്ച തുക 20 ലക്ഷം രൂപയാണ്. ഇങ്ങനെ ഒരു വലിയ കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും അവരുടെ ഈ MLA അല്ലെങ്കിൽ MP എന്നുള്ള കരിയർ ആരംഭിക്കുന്നത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? നമ്മുടെ കൺമുമ്പിലുള്ള കാര്യമാണ്. ഇതിന്റെ അകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ശ്രീ ഷാബു പ്രസാദ്, അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ശുദ്ധീകരിക്കാം. ഒരു മിനിറ്റ്. ഇപ്പൊ അങ്ങ് ഇരട്ട വോട്ടിന്റെ കാര്യം പറയുന്നു. ഞാനൊരു വാദം എന്ന നിലയ്ക്ക് അത് അംഗീകരിക്കുന്നു. പക്ഷേ സാർ അജയകുമാർ എന്ന് പറയുന്നയാൾ അത് ഇരട്ട വോട്ടല്ല. ശ്രീ ഷാബു പ്രസാദ്, അജയകുമാർ എന്ന് പറയുന്നയാൾ ഇരട്ട വോട്ടല്ല, സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ്. സുരേഷ് ഗോപിയുടെ ഡ്രൈവറിന് സുരേഷ് ഗോപി താമസിക്കുന്ന സ്ഥലത്ത് ഒരു താമസക്കാരനായി തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരികയാണെങ്കിൽ ഒരു തർക്കവുമില്ല. ശ്രീ ഷാബു പ്രസാദ്, ഒരു വാദത്തിന് അംഗീകരിക്കാം. ഇതൊരു നടക്ക് പോണ മാതിരില്ല. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ഫ്ളാറ്റ് 4C എന്ന് പറയുന്ന ഫ്ളാറ്റിൽ അദ്ദേഹം താമസക്കാരനല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ മേൽവിലാസം അതാണ്. അതിനുള്ള മറുപടിയോ ശ്രീ ഷാബു? വേണു, ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഒരു സംശയം വേണ്ട, അങ്ങേക്ക് ഇറിറ്റേഷൻ ആവുകയല്ല ചെയ്യുന്നത്. എന്റെ ചോദ്യങ്ങളാണ്, അത് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. സംശയമില്ല അക്കാര്യത്തിൽ. ആ കാര്യത്തിൽ സംശയമില്ല, ചോദിച്ചുകൊണ്ടിരിക്കും. അതായിക്കോട്ടെ, അത് സ്വാഭാവികമാണ്. കാരണം നിങ്ങൾ പ്രതിരോധത്തിലാവുന്ന ഒരു വിഷയമാണല്ലോ. എന്റെ ചോദ്യത്തിന് മറുപടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇരട്ട വോട്ടെന്ന അങ്ങയുടെ വാദത്തെ ഞാൻ അംഗീകരിക്കുന്നു. അജയകുമാറിന്റെ കാര്യത്തിൽ മറുപടി പറയൂ. അജയകുമാറിന്റെ കാര്യത്തിൽ മറുപടി. അല്ല ശരി, പക്ഷെ അജയകുമാറിന്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങ് എത്ര വേണമെങ്കിലും സംസാരിക്കാൻ ഇടപെടില്ല. അജയകുമാറിന്റെ കാര്യത്തിൽ അങ്ങയുടെ മറുപടി. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, ഞാൻ പറയാം, അതിന് മറുപടി പറയാമെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ പറയാൻ സമ്മതിക്കുന്ന എന്തോന്നിത്? ഇനി അല്ലല്ല, വിഷയം മാറ്റിക്കൊണ്ടുപോയി ഞാൻ ഇടപെടുമേ, സംശയമില്ല. അതിലൊരു തർക്കവുമില്ല. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. നിങ്ങൾ സംസാരിച്ചോ, ഞാൻ വിട്ടേക്കാം. എനിക്ക് സംസാരിക്കാനുള്ളത് എനിക്ക് സംസാരിക്കാം. ശരി, അജയകുമാറിന്റെ കാര്യത്തിൽ മറുപടി. നിങ്ങൾ ചോദിക്കുന്ന അജയകുമാറിന്റെ കാര്യത്തിൽ മറുപടി. നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അജയകുമാറിന്റെ കാര്യത്തിൽ മറുപടി. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ബാധ്യതയും കൂടെ. അജയകുമാറിന്റെ കാര്യത്തിൽ മറുപടി. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എനിക്ക് ഞാൻ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. അനാവശ്യമായി സമയം കളയുകയാണ്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ഇനി ഞാൻ പറയട്ടെ, നമ്മുടെ ഇലക്ഷൻ സിസ്റ്റത്തില് ഇങ്ങനെയുള്ള ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ഇങ്ങനെ ചെയ്യാം. ആ ഡ്രോബാക്സ്, ആ പഴുതുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്നുമുണ്ട്. അത് BJPയും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ ഡ്രൈവറായ ഈ അജയകുമാർ തൃശ്ശൂരും വോട്ട് ചേർത്തത്.
സമ്മതിച്ചേ? ആ ആണല്ലോ. ആ വോട്ട് ചേർത്ത അതിന്റെ അകത്ത് നിയമവിരുദ്ധതയില്ല. നിയമവിരുദ്ധതയുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ അകത്ത് നിയമപരമായി കോടതിയിൽ പോകാം. അല്ലല്ല, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ഞാൻ സംശയം ചോദിച്ചോട്ടെ, നിയമവിരുദ്ധതയില്ല എന്ന് അങ്ങ് പറയുന്നത് എങ്ങനെയാണ്? നിയമവിരുദ്ധതയില്ല എന്ന് അങ്ങ് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ പറയുന്ന കേക്ക് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. പറയുന്ന കേക്ക്. ഇനി മറ്റൊന്ന്, നിയമവിരുദ്ധതയില്ല എന്ന് അങ്ങ് പറയുന്നത് എങ്ങനെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോടതി പോണെന്ന്. അത് കോടതി പോകുന്ന അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പ്രസന്ന അശോക് എന്ന് പറയുന്ന വീട്ടമ്മ പറയുകയാണ്, അവരുടെ വീട്ടിലെ വാടക ഷീറ്റ് കരസ്ഥമാക്കിക്കൊണ്ട് പോയി 9 പേരെ അവിടെ ചേർക്കുന്നു. ഈ 9 പേരും അവിടുത്തെ താമസക്കാരല്ല. അല്ല, നിക്കൂ, അതിലൊരാളാണ് അജയകുമാർ. അല്ല, അപ്പൊ ഇത് പഴുതല്ല, ഇത് ക്രിമിനൽ പ്രവൃത്തിയാണ്. ഇത് പഴുതല്ല ശ്രീ ഷാബു പ്രസാദ്. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഇത് പഴുതല്ല. നിയമവിരുദ്ധത, ഇതിന്റെ അകത്തെ നിയമവിരുദ്ധത തീരുമാനിക്കേണ്ടത് വേണുവോ ഞാനോ മീഡിയ വണ്ണോ അല്ല, കോടതിയാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അല്ല, പഴുത എന്ന വാക്കപ്പ് വിടണം. പഴുത എന്ന വാക്ക് വിടണം. അല്ല, അങ്ങ് സമ്മതിച്ചതുപോലെ BJP മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെ ഇത്തരം ക്രിമിനൽ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് പറയേണ്ടത്. കാരണം പഴുത എന്ന് പറയുന്നത് നിർദോഷമായ ഒരു വാക്കാണ്. അതല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. തോന്നുന്നില്ല. ഇവിടെ നടക്കുന്ന കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. പ്രകാശ് മാസ്റ്റർ എന്താണ് അല്ല, കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ക്രിമിനൽ കുറ്റമല്ലേ? കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, അത് ക്രിമിനൽ കുറ്റമല്ലേ? കാണിക്കുന്ന സുഷ്കാന്തി, നിങ്ങൾ കണ്ണൂര് പോയി കാണിക്കുവോ? കഴുത്തിന് മേലെ തല കാണില്ല. അല്ല, അതവിടെ നിൽക്കട്ടെ. അജയകുമാറിന്റെ കാര്യത്തിൽ ഒരു മറുപടി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അല്ല, നോക്കൂ, അത് അങ്ങയുടെ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് കണ്ണൂരിനെ ഭയന്നാൽ, അങ്ങയുടെ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് കണ്ണൂരിനെ ഭയന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കണ്ണൂരിൽ സിപിഎമ്മിന്റെ ഏറ്റവും വലിയ കേന്ദ്രമെന്ന് അങ്ങ് പറയുന്ന കണ്ണൂരിൽ സുധാകരനാണ് ജയിച്ചത്. കേട്ടോ, സുധാകരനാണ് ജയിച്ചത് എന്ന് മാത്രമല്ല, പിണറായി അടക്കമുള്ള കേമന്മാരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോണു. നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന്റെ സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്തത്. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അസഹിഷ്ണുത ഉണ്ടാകും. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനിക്കണം. അദ്ദേഹം പോവുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ എന്നേ വിചാരിക്കാൻ കഴിയൂ. അല്ലാതെ ഇതിനകത്ത് കാല് പിടിക്കാനൊന്നുമില്ല. കാരണം ശുദ്ധ കള്ളത്തരം കാണിച്ചിട്ട് വന്ന് സാങ്കേതികത്വം പറയുകയാണ്. പറഞ്ഞിട്ടില്ല. പിഴവ് അല്ലെങ്കിൽ പഴുത് ഉപയോഗിക്കുന്നുവെന്ന്. ഒരു പഴുതുമല്ല, ഇത് ക്രിമിനൽ പ്രവർത്തനമാണ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.